അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കിന്ന് ഭക്ഷണത്തെ ആരോഗ്യത്തെയും കുറിച്ച് സംസാരിക്കാം. കാരണം അത് എപ്പോഴും പരസ്പര പൂരകങ്ങളായിട്ടാണ്. ഇപ്പോൾ വാർത്തകളിലാണെങ്കിൽ വരെ നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കുന്നിടത്തൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കുന്നിടത്തൊക്കെ ഭക്ഷണം, ഇങ്ങനൊരു പരസ്പര പൂരകത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം കണ്ടെത്താൻ അല്ലെങ്കിൽ ഈ ആരോഗ്യം കണ്ടെത്താൻ അതിന് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളിടത്താണ് കണക്കെന്ന് തോന്നുന്നു. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളുടെ ഒരളവ് പറയുന്നിടത്ത് നമുക്ക് കാണാം. ഒരിടത്ത് വബ്തഗൂ മിൻ ഫദ്ലില്ല, നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്തിനും ഫദ്ലിനും വേണ്ടിയിട്ട് നിങ്ങൾ തേടണം എന്നുള്ളിടത്ത് ഐ ഫിറു, നിങ്ങൾ അതിലേക്ക് ഓടണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഫസ്അഉ ഇലാ ദിക്രില്ല, ഈ ജുമേൻ്റെ ജുമേൻ്റെ പറ്റി പറയുന്നിടത്ത് നമുക്ക് കാണാം നിങ്ങൾ അതിലേക്ക് ഉളരണം, ധൃതി കൂട്ടണം എന്നൊക്കെ ഉള്ളത്. പിന്നെ സാബിഖുൻ സാരു ഇലാ മഗ്ഫിറത്തി എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് തിരക്ക് പിടിച്ച് തിരക്കി എന്ത് ചെയ്യണം, അവരെ അകഞ്ഞു മാറ്റി നിങ്ങൾ ഓടിപ്പോകണത്. പക്ഷെ അതേസമയം റിസ്ക്കിനെ പറഞ്ഞിടത്ത് ഫംഷൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി അങ്ങനെ കാണാം. അപ്പം അതിന് നടന്നാൽ മതി എന്നാണ് മനസ്സിലാകുന്നത്. ഈ റിസ്ഖിന് ഭക്ഷണം എന്നുള്ള ഒരർത്ഥം മാത്രമല്ലല്ലോ ഉള്ളത്. അല്ല, നമ്മൾ ഈ ഭക്ഷണം റിസ്കിന്റെ ഭാഗമാണല്ലോ. ആ നിലക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ കുലൂമി റിസ്ഖിഹി എന്നാണല്ലോ പറഞ്ഞത് എന്ന് വെക്കാലോ. ഭക്ഷണത്തെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നൂതന ഭക്ഷണ രീതികളെ പറ്റി സംസാരിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഭക്ഷണം വളരെ അതെ, വളരെ വൈഡായിട്ടുള്ള വിഷയമല്ല. അപ്പോൾ നമുക്ക് നൂതന ഭക്ഷണ രീതികളെ പറ്റി സംസാരിക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവാൻ തോന്നുന്നത്. അതെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ആരോഗ്യമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള അളവിലും കൃത്യതയിലും നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയുകയുള്ളൂ. ചില ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം. അതിന് നെഗറ്റീവ് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത ഒരുപാട് ആളുകൾ നമുക്കറിയാം. മാത്രമല്ല ഓൺലൈൻ അവലംബിച്ച് അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഡയറ്റ് ഫോളോ ചെയ്ത് അത് മരണത്തിലേക്ക് വരെ എത്തിയ ആളുകളെയും നമുക്ക് പരിചയമുണ്ടല്ലോ. ഈ അടുത്ത് അങ്ങനെ ഒരു വാർത്ത കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ എത്ര ഡയറ്റ് ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ആരോഗ്യത്തെ എങ്ങനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളുന്നില്ല. കാരണം അത് അള്ളാഹ് തന്ന നിഅമത്താണ്. അത് അള്ളാഹ് എപ്പോൾ വേണമെങ്കിലും വരി ചുരുക്കളയാം. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വാർത്ത കണ്ടിരുന്ന ഒരു യോഗ അധ്യാപകൻ്റെ മരണം. ഈ യോഗാധ്യാപകൻ്റെ മരണം എന്ന് പറയുമ്പോൾ അയാളുടെ വാദം ഇതായിരുന്നു, ഞാൻ ഇത്ര സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എന്നെ മരണം ബാധിക്കുകയില്ല എന്നൊക്കെ വാദിച്ചിട്ട് ആൾ യോഗ ചെയ്യണതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളതാണ് ഒരു രസം. നമ്മൾ ഈ ഭക്ഷണത്തെ ആരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് ഇപ്പോൾ ജീവിതശൈലി കാരണത്താലാണ്. ഇപ്പോൾ ഹൃദ്രോഗം, അതുപോലെ തന്നെ ആസ്തമ, ഒബേസിറ്റി, ഇതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ, ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രോഗങ്ങളാണ് കൂടുതലായിട്ടും ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഹോസ്പിറ്റലുകളുടെ വളർച്ച, ഒരുപാട് ഹോസ്പിറ്റലുകൾ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കണക്ക്, പുതിയ കണക്കുകൾ പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ പുതിയ തലമുറയിൽ കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലുകളുടെ വളർച്ച ഒരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ രോഗങ്ങളുടെ വളർച്ച ഒരു ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ അറിയാതെ പോകുന്നൊരു സാധനം വെച്ചാൽ ഇതിനപ്പുറത്ത് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, പലപ്പോഴും പറയില്ലേ, ഏറ്റവും കൂടുതൽ തുടങ്ങുന്നതും പിന്നെ പൂട്ടി പോകുന്ന ഒരു ബിസിനസ് എന്നുള്ളത് റെസ്റ്റോറൻറ്റുകളാണെന്നുള്ളത്. ആ റെസ്റ്റോറൻറ്റുകൾ വളർച്ച അവിടെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതാരെന്തില്ല, ശ്രദ്ധിക്കലില്ല, പരസ്പരം ശ്രദ്ധിക്കാതെ പോകുന്നതാണത്. സമൂഹത്തിനോട് ഈ റെസ്റ്റോറൻറ്റുകളുടെയും ഹോസ്പിറ്റലുകളുടെയൊക്കെ കണക്ക് പറഞ്ഞതുകൊണ്ട് പ്രത്യേകം ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ ഫുഡിൻ്റെ ആംബിയൻസ്, അതുപോലെ തന്നെ വൈബുകളൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സിനെ നമുക്കറിയാം, ഇൻഫ്ലുവൻസർമാരെ അറിയാം. അവർ ചെയ്യുന്ന ഫുഡിൻ്റെ വീഡിയോകൾ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഭക്ഷണക്കാരും അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്തൊരു ഭക്ഷണക്കാരും അവർ കഴിക്കുന്നുണ്ടാവാം. പക്ഷേ അത് സമൂഹത്തിലേക്ക് എത്തുന്നത് പോസിറ്റീവായിട്ടാണ്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിട്ടാണ് സമൂഹത്തിലേക്ക് എത്തുന്നത്. ഇത് കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ വിദ്യാർത്ഥികളും ആളുകളൊക്കെ ബൈക്കെടുത്ത് ദൂര യാത്രയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം അത്രത്തോളം യാത്ര ചെയ്യുന്നത്. യാത്രയെ കുറ്റം പറയുകയല്ല, യാത്ര ചെയ്യണം. അതിനർത്ഥം ഭക്ഷണം അത് നെഗറ്റീവ് വശം അത് അങ്ങനെ തന്നെ സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് വശം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഈ ഒരു രോഗവും ഇല്ലാത്ത അവസരത്തിൽ നമ്മളൊന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പോയിട്ട് അത്യാഹിത വിഭാഗത്തിലൊക്കെ പോയിട്ട് ഒന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നാൽ ചിലപ്പോൾ ഒരു ബോധം വന്നേക്കാൻ.
ഇപ്പം മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ ഭാഗങ്ങളിൽ നമ്മൾ മരുവിനേഷൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിലൂടെ അങ്ങനെ പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ബോർഡുകൾ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, അതുപോലെ തന്നെ അൺലിമിറ്റഡ് സ്പോട്ടുകൾ, ഇങ്ങനത്തെ ഓരോ ഇതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. ഇതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദിവസം തോറും ഓരോ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ തെക്കൻ ഭാഗങ്ങളിലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴാണെങ്കിൽ അവിടെ പോർക്കിൻ്റെ പ്രശ്നം, മുമ്പൊക്കെ പോർക്ക് സ്ഥിരമായിട്ട് ഒരു പരമ്പരാഗതമായി കഴിച്ചു വന്നിരുന്നാലും ഇപ്പം അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പുതിയ പഠനങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പണ്ട് മുതലേ കഴിച്ചു വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് അത് വളരെയധികം പ്രശ്നമുണ്ട് എന്നുള്ള രൂപത്തിലേക്കാണ് പുതിയ പഠനങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന പല അവസ്ഥകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. സ്വിഗ്ഗി ഉണ്ട്, അതുപോലെ സൊമാറ്റോ. അതിൻ്റെയൊക്കെ വളർച്ച വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വീടുകളിൽ നിരന്തരം അതിന് ഒരു അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിൻ്റെ ഡെലിവറി ബോയ്സ് ആയിട്ട് നമ്മളെ കൂട്ടുകാരന്മാരിൽ തന്നെ എത്ര ആളുകൾ അങ്ങനെ ഫുഡ് സ്പോട്ടുകൾ കണ്ടെത്തി പോകുന്ന ആളുകളുണ്ട്. മാത്രമല്ല പിന്നെ നൈറ്റ് ലൈഫ്, വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരമായിട്ട് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒരു തവണ പുറത്തേക്ക് പോകുന്നത് നല്ലതാണ്. അത് കുടുംബത്തിൻ്റെ ദൃഢതയും മറ്റുമൊക്കെ ഉണ്ടാകാൻ സഹായിക്കുമെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ അത് മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ ചില പഴമക്കാർ പറയാറുണ്ട് ഇന്ന് ഇത്തിരി നേരത്തെ കഴിക്കാമെന്ന് പറയാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഗുണം കാണുന്നത് ഇപ്പോൾ ഈ നൈറ്റ് വൈബ് അടിച്ച് കുട്ടികളിങ്ങനെ പോകുന്നു, എന്നിട്ട് അവർ കളിക്കുന്നു, അല്ലെങ്കിൽ ടർഫ് കളിക്കുന്നു, അങ്ങനെ തുടങ്ങി ഒരു ക്ഷീണിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് എന്നിട്ട് അവർ ലാസ്റ്റ് വന്നിട്ട് ഒരു അൺലിമിറ്റഡ് സ്പോട്ട് പോകുന്നു, എന്നിട്ട് വയറ് നിറച്ച് മൂക്കുമുട്ട കഴിച്ചിട്ട് വന്നിട്ട് നേരെ വന്നിട്ട് ഒരൊറ്റ കിടത്തം. അവിടെയാണ് ഈ പഴമക്കാർ പറഞ്ഞ ഇന്ന് ഇത്തിരി നേരത്തെ കഴിക്കാം. അത് ഈ ഡൈജഷൻ്റെ ഒക്കെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഒരു ഉപകാരപ്രദമുള്ള ഒരു പഴമൊഴിയായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പഴയകാല ആളുകളുടെയും പുതിയകാല സമൂഹത്തിൻ്റെ ഒക്കെ ഒരു ഭക്ഷണ രീതി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ നമ്മളെ ഉമ്മാരും വലിയമാരൊക്കെ അവിടെ ഭക്ഷണമൊക്കെ ഫുള്ള് പഴവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ, ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു അവരെ കഴിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറക്ക് അതെന്താന്ന് പോലും അറിയില്ല. ഒരു ഫുള്ള് പൊള്ളിച്ചത്, ഷവായ, അൽഫാം, ഇങ്ങനത്തെ ഒരു ന്യൂജൻ ഭക്ഷണ രീതിയിലേക്ക് ഒരു മാറിയിട്ടുണ്ട്. ഒരു ആരോഗ്യ മേഖലയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ അടുത്ത് പുതിയതായി കണ്ടത് ഏജിൻ്റെ ഡെൻസിറ്റി ഇപ്പോൾ പഴയ കാലത്ത് അപേക്ഷിച്ചിട്ട് പ്രായമുള്ളവർ ഇപ്പോൾ കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊരു ഊതി ഉറപ്പിച്ച ബലൂൺ പോലെയാണ്. അതായത് നമ്മൾ ആരോഗ്യമില്ലാതെ ഒരുപാട് ആയുസ്സുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആയുസ് കൂടുതലുണ്ട് എന്നുള്ള കണക്കുകൾ വെറും എന്താണ് ഒരു ഊതി ഉറപ്പിച്ച ബലൂണും എന്താ ഉള്ളു പൊള്ളയാണ്, പുറത്തിങ്ങനെ ഇതാക്കാന്നല്ലാതെ ആരോഗ്യമില്ലാതെ കിടക്കയിൽ കിടന്നിട്ടുള്ളൊരു ദീർഘായുസ് നമുക്ക് വേണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ കേൾക്കാറുണ്ട് ഈ സസ്യ ബുക്കുകൾ, മാംസ ബുക്കുകൾ, അതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൃഷ്ടാവ് ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അളവുകളുടെ അതിൻ്റേതായിട്ടുള്ള അളവിലും കൃത്യതയിലുമാണ്. ഇപ്പോൾ ഒരാൾ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ഒരാളുടെ ആരോഗ്യം അത്രത്തോളം പെർഫെക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സസ്യബുക്കുകൾ മാത്രം കഴിക്കുന്നവരാണ് പൊതുവെ സന്യാസിമാർ. ആ സന്യാസിമാരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരു കണക്ക് വന്നു. അവരുടെ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ. അതുപോലെ തന്നെ മാംസം മാത്രം കഴിക്കുന്ന ആളുകളുടെ ആരോഗ്യം പെർഫെക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിൻ്റെയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാമഗ്രികൾ അത് കറക്റ്റ് അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴേ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവൂ എന്നുള്ളതിൽ ഇതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ ഡയറ്റിനെ കുറിച്ച് പറയുമ്പോഴേ ഡയറ്റ് ചിലർ കാണാം ഡയറ്റ് മാത്രം ഇങ്ങനെ കൊണ്ടുനടക്കും. ചിലർ കാണാം ഈ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകും, എന്നിട്ട് നേരെ അപ്പുറത്ത് പോയി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അൺലിമിറ്റഡ് സ്പോട്ട് പോയിട്ട്. അപ്പോൾ ഡയറ്റും ജിമ്മ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചപ്പോൾ വ്യായാമം, അതിപ്പോൾ ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല. അപ്പോൾ ഡയറ്റും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആളുകളുടെ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഡയറ്റും ഈ വ്യായാമം കൂടി നല്ല സമ്മിശ്രമായി പോകുമ്പോഴാണ് അത് ആരോഗ്യത്തിന് കൂടുതൽ ഗുണകരമാകുന്നത് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് വലിയ ഒരു കാര്യം മാത്രം നടത്തുന്നത് കൊണ്ട് ഉപകാരമില്ല എന്ന് പലപ്പോഴും ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ കേൾക്കാറുള്ളൊരു പോയിൻ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചിലപ്പോൾ കേൾക്കാറുണ്ട് ഇത് സമയം എത്ര നമ്മളെ കൊല്ലുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക എന്നുള്ളത്, ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കഴിക്കാം. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, പക്ഷേ ഇഷ്ടമുള്ളത്ര അളവിൽ കഴിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളെ കണ്ടില്ല, നമ്മൾ തന്നെ അൺലിമിറ്റഡ് എവിടെയാണുള്ളത് അവിടേക്ക് പോകാന്നുള്ളതാണ്. കൂടുതൽ കഴിക്കാന്നുള്ള ഒരിടത്തേക്ക് പോകാന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ വരെ നോക്കിയിട്ട് അൺലിമിറ്റഡ് സ്പോട്ട് നോക്കിയിട്ട് തിരഞ്ഞ് പോകാന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതെ, അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഈ എഫേർട്ട് എടുക്കണതിൻ്റെ അളവ്. അപ്പം 1/3 എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു സമീപനം അവിടെയാണ് കാണുന്നത്. അപ്പോൾ വയറിൽ ഒരു ഭാഗം വായുവിന്, ഒരു ഭാഗം വെള്ളത്തിന്, ഒരു ഭാഗം ഭക്ഷണത്തിന്. അപ്പോൾ അതെന്തിനാ? ഈ വായുവിന് അതൊക്കെ ഡൈജഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ
ഇഷ്ടം പോലെ ആപ്തവാക്യങ്ങൾ നമ്മുടെ ഈ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് തിയറി വെച്ച് പഠിക്കേണ്ടതായി തോന്നുന്ന ഒരുപാട് വാക്യങ്ങൾ, അതിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് പഠിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആരോഗ്യത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ പ്രകൃതിയിലേക്ക് ഇണങ്ങുക, ഈ ജങ്ക് ഫുഡിൽ നിന്ന് മാറിയിട്ട് പ്രകൃതിയിലേക്ക് ഇണങ്ങുന്ന പ്രധാനപ്പെട്ട ഫുഡുകളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തമ നൂറ്റാണ്ടിൻ്റെ ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കിതാബുകളിലൊക്കെ കാണുന്നത് എന്താണ്? അതെ, ഭക്ഷണം കൂടുതലായി കഴിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അമിതോപയോഗമാണ് കാണുന്നത്. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാവുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ചർച്ച പിന്നെ എപ്പോഴെങ്കിലൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.